നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്താ വല്ല ധാരണയുണ്ടോ? സത്യം പറഞ്ഞാൽ കുറച്ചു നാൾക്ക് മുന്നേ വരെ എന്താണ് ഈ നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്ന് എനിക്കും വല്ല ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഒരു നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യൂ ചേച്ചി എന്ന് ചോദിച്ച് ഈ ചലഞ്ച് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത്. ആ സമയത്ത് എനിക്ക് എന്താണ് ഈ നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്ന് പോലും അറിയില്ലായിരുന്നു. സോ അവസാനം കുറെ റിസർച്ച് നടത്തി ആ ചലഞ്ച് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. കുറച്ചു പേർക്കെങ്കിലും എന്താണ് ഈ നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്ന് അറിയാൻ പറ്റും. ഇനി അറിയാൻ പാടാത്തവർക്ക് വേണ്ടി എൻ്റെ റിസർച്ച് നടത്തി ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ റാൻഡം ആയിട്ട് ഒരാളുടെ പേര് പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്ത പേരിന്റെ ലെറ്റേഴ്സിൽ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കാണിക്കും. വല്ലതും മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അപ്പു എന്നാണ് പേരെങ്കിൽ എ വെച്ച് ആപ്പിൾ, പി വെച്ച് പുട്ട്, പിന്നെ പി വെച്ച് പഴം, അങ്ങനെ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കാണിക്കും. ഒരു ഫണ്ണി ചലഞ്ചാണിത്. സോ നമ്മൾ ആ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു നെയിം മീറ്റിംഗ് ചലഞ്ചിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ കരുതി ഈ ഒരു ചലഞ്ച് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന പേര് വെച്ചിട്ട് പാട്ടായിട്ട് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഇസഡ് ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കണേ. അപ്പോൾ ബൈ.